ശ്രീ സായിനാഥന് നമസ്കാരം. എല്ലാവർക്കും നിർവൃതി ലഭിക്കട്ടെ. അധ്യായം 5. സായിബാബയുടെ തിരോധനവും തിരിച്ചുവരവും. ഔറംഗാബാദിൽ അന്നത്തെ നിജാം താലൂക്ക് ധൂബ് എന്ന ഗ്രാമത്തിൽ ഒരു ധനവാനും മാന്യനുമായ ചന്ദ് പട്ടേൽ വസിച്ചിരുന്നു. ഒരു പ്രാവശ്യം ഔറംഗാബാദിലേക്ക് പോകുന്ന സമയത്ത് തന്റെ കുതിരയെ നഷ്ടപ്പെട്ടു. ശ്രദ്ധയോടുകൂടി 2 മാസം അതിനെ തേടി അലഞ്ഞു. വലിയ നിരാശയോടുകൂടി തന്റെ പര്യാണം തോളിലിട്ട് തിരിച്ച് ഔറംഗാബാദിലേക്ക് പോന്നു. ഏകദേശം 13 കിലോമീറ്റർ സഞ്ചരിച്ചതിനു ശേഷം ഒരു മാവിന്റെ ചുവട്ടിൽ അവലക്ഷണമായ ഒരു ഫക്കീർ ഇരിക്കുന്നത് കണ്ടു. അദ്ദേഹം തലയിൽ ഒരു തൊപ്പി അണിഞ്ഞിരുന്നു. അദ്ദേഹം ചുരുട്ടു വലിക്കാൻ ഒരുങ്ങുകയായിരുന്നു. ചന്ദ് പട്ടേൽ ആ വഴി പോകുന്നത് കണ്ടപ്പോൾ അയാളെ വിളിച്ചു കുറെ വിശ്രമിക്കാൻ പറഞ്ഞു. തന്റെ വശമുള്ള ഹുക്കയും കൊടുത്തു. അവ വാങ്ങിയ ശേഷം ഫക്കീർ പര്യാണത്തെക്കുറിച്ച് ചോദിച്ചു. ചന്ദ് പട്ടേൽ തന്റെ കുതിര കളഞ്ഞു പോയ വിഷയം പറഞ്ഞു. ഫക്കീർ അടുത്തുള്ള അരുവിക്കടുത്ത് നോക്കുവാൻ പറഞ്ഞു. അതിശയത്തിന്മേൽ അതിശയം. അവിടെ ഒരു കുതിരയെ കണ്ടു. ഈ ഫക്കീർ ഒരു സാധാരണ മനുഷ്യനല്ലെന്നും ഒരു വലിയ സന്യാസിയാണെന്നും ചന്ദ് പട്ടേൽ വിചാരിച്ചു. കുതിരയെയും കൊണ്ട് ഫക്കീറിന്റെ അടുക്കൽ ചെന്നു. അദ്ദേഹം അപ്പോൾ ഹുക്ക വലിക്കാൻ തുടങ്ങുകയായിരുന്നു. അതിന് 2 കാര്യങ്ങൾ ആവശ്യമായിരുന്നു. 1 കത്തിക്കാൻ ആവശ്യമായ തീ, 2 ചാപ്പി. ഒരു തുണിക്കഷ്ണം അതിൽ കൂടിയാണ് പുകവലിക്കുന്നത്. നനയ്ക്കുവാനുള്ള വെള്ളവും തീക്കനലും ഉണ്ടാക്കാൻ ഫക്കീർ അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന ചോങ് പൂവരമുള്ള് എടുത്ത് ശക്തിയായി നിലത്തിൽ കുത്തി അതിൽ നിന്നും വന്ന തീക്കനലിനെ പൈപ്പിലിട്ടു. പിന്നീട് തന്റെ വശമുള്ള വടി കൊണ്ട് നിലത്തിലടിച്ചു. അവിടെ നിന്നും വെള്ളം പുറത്തു വരുവാൻ തുടങ്ങി. നീളമുള്ള ചാപ്പിയെ തുണിയെ നനച്ചു പിഴിഞ്ഞു തന്റെ കയ്യിലുള്ള കുഴലിൽ ചുറ്റി. ഈ പണികളെല്ലാം കഴിഞ്ഞ് ഫക്കീർ പുക വലിച്ചു. പിന്നീട് ചന്ദ് പട്ടേലിന്റെ കയ്യിൽ കൊടുത്തു. ഇതെല്ലാം കണ്ടിട്ട് ചന്ദ് പട്ടേൽ അത്ഭുതപരവശനായി. ഫക്കീറിനെ തന്റെ വാസസ്ഥലത്തേക്ക് വരുവാനും ആതിഥ്യം സ്വീകരിക്കുവാനും അപേക്ഷിച്ചു. അടുത്ത ദിവസം പട്ടേലിന്റെ വീട്ടിൽ ചെന്ന് കുറെ നേരം താമസിച്ചു. പട്ടേൽ ധൂബ് എന്ന ഗ്രാമത്തിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരന്റെ മകനെ കല്യാണം നിശ്ചയിച്ചിരുന്നു. അത് കാരണം പട്ടേൽ വിവാഹ കാര്യങ്ങൾ ഏർപ്പെട്ടിരുന്നു. കുറെ കഴിഞ്ഞ് ഷിർദിക്ക് പുറപ്പെടുകയും ചെയ്തു. ഫക്കീറും ആ കല്യാണ സംഘത്തോടു കൂടി ചേർന്നു. കല്യാണം നല്ല വിധത്തിൽ നടന്നു. എല്ലാവരും ധൂബിയിലേക്ക് തിരിച്ചു. പക്ഷേ ഫക്കീർ മാത്രം തിരിച്ചില്ല. ഷിർദിയിൽ തന്നെ എന്നേക്കുമായി താമസം ആരംഭിച്ചു. എങ്ങനെ ഫക്കീറിന് സായി എന്ന നാമം ലഭിച്ചു? കല്യാണ തിരക്ക്. ഷിർദിയിൽ ചെന്നപ്പോൾ ഭഗത്മാൽ സൽപതിയുടെ നിലത്തിൽ ഒരു ആൽമര ചുവട്ടിൽ ഫക്കീർ വണ്ടിയിൽ നിന്നിറങ്ങി. ഇത് ഖണ്ഡോബ അമ്പലത്തിനടുത്തായിരുന്നു. ആ അമ്പലമുറ്റത്തുള്ള മൈതാനത്തിൽ വണ്ടിയിൽ നിന്ന് ഓരോ ആളായി ഇറങ്ങിത്തുടങ്ങി. സബതി ഫക്കീർ ഇറങ്ങുന്നത് കണ്ട് അദ്ദേഹത്തിനെ സായി എന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടുപോയി. മറ്റുള്ളവർ അതിനുശേഷം അദ്ദേഹത്തെ സായി എന്ന് വിളിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഫക്കീർ സായിബാബയായി പരിണമിച്ചു. മറ്റുള്ള സന്യാസിമാരുമായുള്ള സംസർഗം. സായിബാബ ആരും ശ്രദ്ധിക്കാത്ത ഒരു മസ്ജിദ് താമസം ആരംഭിച്ചു. ദേവിദാസ് എന്ന് പറഞ്ഞിരുന്ന സന്യാസി ഷിർദിയിൽ ബാബ വരുന്നതിന് വളരെ കാലം മുമ്പ് തന്നെ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥലത്തെ സാന്നിധ്യം ബാബ ഇഷ്ടപ്പെട്ടിരുന്നു. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ സത്രത്തിലും തനിച്ചും താമസിച്ചിരുന്നു. ജാനകിദാസ് എന്ന നാമത്തിൽ ഇനിയൊരു സന്യാസി പിന്നീട് വരികയും ബാബയുടെ സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. ബാബ അധിക സമയം അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അല്ലെങ്കിൽ ജാനകിദാസ് ബാബയുടെ സ്ഥലത്തേക്ക് വരിക പതിവായിരുന്നു. അതേപോലെ ഗംഗാഗീർ പുണ്ടാബീർ വൈശ്യമഠ സന്യാസിയും ഷിർദിക്ക് അടിക്കടി വന്നുകൊണ്ടിരുന്നു. ബാബ 2 കൈകളിലും കുടങ്ങൾ നിറയെ വെള്ളവുമായി ഉദ്യാനത്തിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ അത്യധികം ആശ്ചര്യഭരിതനായി ഇങ്ങനെ ഉച്ചരിച്ചു. ഷിർദി പുണ്യം ചെയ്തുകൊണ്ടാണ് ഇത്തരമൊരുത്തനെ കിട്ടിയത്. ബാബ ഇന്ന് വെള്ളം കൊണ്ടുപോകുന്നു. പക്ഷേ ഒരു അസാധാരണ മനുഷ്യനാണ് അദ്ദേഹം. ഈ മണ്ണ് ഷിർദി ഭാഗ്യം ചെയ്തിട്ടുള്ളതിനാലും യോഗ്യത നിറഞ്ഞിരുന്നതിനാലും ഈ രത്നത്തെ കിട്ടി. അതേമാതിരി യൗവാള മഠത്തിലെ സന്യാസി അനന്തനാഥ് അക്കൽകോട്ട് മഹാരാജാവിന്റെ ശിഷ്യന്മാരിൽ കുറെ ആളുകളോടും കൂടി ഷിർദിക്ക് വന്നു. സായിബാബയെ കണ്ടയുടൻ പറഞ്ഞു, വാസ്തവത്തിൽ ഇതൊരു വിലമതിക്കാനാവാത്ത വൈര്യമാണ്. ബാബ ഒരു സാധാരണ മനുഷ്യനായി കാണുന്നുവെങ്കിലും സായി വെറും ഒരു കല്ലല്ല, ഒരു രത്നക്കല്ലാണ്. ഇത് താമസിക്കാതെ അറിയാറാകും. ഇങ്ങനെ പറഞ്ഞ അനന്തനാഥ് യൗവാളയിലേക്ക് തിരിച്ചുപോയി. ഈ സംഭവം നടക്കുന്ന കാലത്ത് സായിബാബ
ചെറുപ്പക്കാരനായിരുന്നു. ബാബയുടെ വസ്ത്ര അലങ്കാരവും ദിനചര്യങ്ങളും. ബാബയുടെ ചെറുപ്പത്തിൽ അദ്ദേഹം മുടി വളർത്തിയിരുന്നു. അത് ഒതുക്കിയിരുന്നില്ല. ബാബയുടെ വസ്ത്ര അലങ്കാരം ഒരു കളിക്കാരനെ പോലെയായിരുന്നു. 3 മൈലുള്ള റാഹോട്ടയിലേക്ക് പോകുമ്പോൾ സായി ചെറിയ ജയാജൂയി, മെറിഗോൾഡ് എന്നീ ചെടികൾ കൊണ്ടുപോവുക പതിവായിരുന്നു. അവയെല്ലാം ബാബ പൂന്തോട്ടത്തിൽ നട്ട് വൃത്തിയായി വെള്ളമൊഴിക്കും. വാമൻ താത്യ എന്ന ഭക്തൻ ഉണങ്ങാത്ത 2 മൺപാത്രങ്ങൾ ദിവസേന ബാബയ്ക്ക് കൊടുക്കും. ഇതുകൊണ്ട് ബാബ ചെടികൾക്ക് വെള്ളം ഒഴിച്ചിരുന്നു. കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഈ പാത്രങ്ങളിലാക്കി തന്റെ തോളിൽ കയറ്റി വെച്ചുകൊണ്ട് പോവുക പതിവായിരുന്നു. വൈകുന്നേരമായാൽ ഈ പാത്രങ്ങൾ വേപ്പ് മരത്തിനിടയിൽ വെക്കും. താഴെ വെക്കുമ്പോഴേക്ക് അവ പൊട്ടിപ്പോവുകയും ചെയ്യും. അവ തീയിൽ ചൂടാക്കി ഉണ്ടാക്കിയവയല്ലല്ലോ. അടുത്ത ദിവസം താത്യ വേറെ 2 മൺപാത്രങ്ങൾ കൊടുക്കും. ഇങ്ങനെ 3 വർഷക്കാലം കഴിഞ്ഞപ്പോൾ ബാബയുടെ അശ്രാന്ത പരിശ്രമത്താൽ അവിടെ ഒരു പൂങ്കാവനമായി മാറി. ആ സ്ഥലത്തിപ്പോൾ ബാബയുടെ സമാധി മന്ദിർ നിലനിൽക്കുന്നു. വളരെയധികം ഭക്തന്മാർ ഇന്നും അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. വേപ്പുമരത്തിനിടയിലെ കാലടികളുടെ കഥ. ഭായി കൃഷ്ണജി അലി ബഗർ അക്കൽകോട്ട് മഹാരാജാവിന്റെ ഭക്തൻ. അദ്ദേഹത്തിന്റെ ചിത്രം വെച്ച് പൂജിച്ചിരുന്നു. ഒരിക്കൽ ഭായി കൃഷ്ണജി ഷേലാപൂർ ജില്ലയിലുള്ള അക്കൽകോട്ടിലേക്ക് പോയി മഹാരാജാവിന്റെ പാദങ്ങളെ ദർശിക്കുവാൻ തീരുമാനിച്ചു. പക്ഷേ പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. അക്കൽകോട്ട് മഹാരാജാവ് സ്വപ്നത്തിൽ ഷിർദിയിലാണിപ്പോൾ എന്റെ വിശ്രമ സ്ഥലം, അവിടെ ചെന്ന് പ്രാർത്ഥിക്കുക എന്നുമായിരുന്നു. അതുകൊണ്ട് ബായി അദ്ദേഹത്തിന്റെ യാത്ര മാറ്റി ഷിർദിക്ക് വന്നു. 6 മാസം താമസിച്ചു. ബാബയെ വണങ്ങി സന്തോഷഭരിതനായി. ഈ കാഴ്ചയുടെ ഓർമ്മയ്ക്കായി ബായി പാദരക്ഷകൾ ഉണ്ടാക്കി ഒരു നല്ല ദിവസം നോക്കി വേപ്പുമരത്തിന്റെ താഴെ എല്ലാ ചടങ്ങുകളോടുകൂടി അവയെ സ്ഥാപിച്ചു. ദാദാൽകൂൾക്കറും ഉപാസിനിയും എല്ലാ ചടങ്ങുകൾക്കും അധിപരായിരുന്നു. ഒരു ഗ്രാമീണ ദീക്ഷിതരെ പ്രാർത്ഥന ചടങ്ങുകൾ നടത്തുന്നതിന് ഏർപ്പെടുത്തി. അതിന്റെ നടത്തിപ്പുകൾ മുഴുവനും സഗുൺ എന്ന ഭക്തനെ ഏൽപ്പിച്ചു. ഈ കാഴ്ചയുടെ ഓർമ്മയ്ക്കായി ബായി പാദരക്ഷകൾ ഉണ്ടാക്കി ഒരു നല്ല ദിവസം നോക്കി ശ്രാവണ മാസം സക 1834 1912 AD വേപ്പുമരത്തിന്റെ താഴെ എല്ലാ ചടങ്ങുകളോടുകൂടി അവയെ സ്ഥാപിച്ചു. ദാദാൽകൂൾക്കറും ഉപാസിനിയും എല്ലാ ചടങ്ങുകൾക്ക് അധിപരായിരുന്നു. ഒരു ബ്രാഹ്മണ ദീക്ഷിതരെ പ്രാർത്ഥനാ ചടങ്ങുകൾ നടത്തുന്നതിന് ഏർപ്പെടുത്തി. അതിന്റെ നടത്തിപ്പുകൾ മുഴുവനും സഗുൺ എന്ന ഭക്തനെ ഏൽപ്പിച്ചു. ഈ കഥയുടെ മുഴുവർത്തമാനങ്ങൾ. താനെയിലെ മാമൽദാറായിരുന്നു വിശ്രമം വാങ്ങിയ ശ്രീ ബി ദേവ്. ഒരു വലിയ ബാബ ഭക്തനായിരുന്നു. അദ്ദേഹം സഗുൺ മൊയ്രീനാക്കിനോടും ഗോവിന്ദ് കമലാകറിനോടും ഈ പാതുകയെപ്പറ്റി അന്വേഷിച്ച ശേഷം പൂർണ്ണ വിവരങ്ങളെയും സായി ലീല വേദം 11 പേജ് 25 പ്രസിദ്ധീകരിച്ചു. അവ ഇപ്രകാരമായിരുന്നു. 1934 1912 AD മുംബൈയിൽ നിന്ന് ഒരു വൈദ്യൻ രാമറാവ് കേത്തരെ ബാബയെ കാണാൻ ഷിർദിക്ക് വന്നു. അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതനും ഔഷധയോഗജ്ഞനും ബായിയെയും സഗുണ മേരി നായകോടും GK ഡിസ്കിനോട് വളരെ അടുപ്പത്തിലായി. സംഭാഷണങ്ങൾക്കിടയിൽ വേപ്പുമരത്തിനിടയിൽ ഇരിക്കുന്ന ബാബയുടെ ഓർമ്മയ്ക്കായി പുതിയ എന്തെങ്കിലും ഒന്ന് ഷിർദിയിൽ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു. ഇത് ഡോക്ടർ രാമറാവ് കേത്തരിയോട് പറഞ്ഞാൽ അദ്ദേഹം നല്ല പാതകങ്ങൾ ഉണ്ടാക്കി തരുമെന്നും ഔഷധയോജ്ഞാനി അഭിപ്രായപ്പെട്ടു. എല്ലാവർക്കും അത് ഇഷ്ടമായി. തുടർന്ന് ഡോക്ടർ കൃഷ്ണറാവുവിനെ അറിയിച്ചു. അദ്ദേഹം ഷിർദിക്ക് വന്ന് ഒരു പാതുക ചിത്രം വരച്ചുണ്ടാക്കി. പിന്നീട് ഖണ്ഡോബാ ക്ഷേത്രത്തിലുള്ള ഉപാസിനി മഹാരാജാവിനെ ആ ചിത്രം കാണിച്ചു. ഉപാസിനി മഹാരാജാവ് അതിൽ അത്യധികം മാറ്റങ്ങൾ വരുത്തി. താമരപ്പൂക്കൾ, ശംഖ്, മണ്ഡലം, ചെങ്കോല് മുതലായവ ചേർത്തു. മാത്രമല്ല താഴെ പറയുന്ന ശ്ലോകവും വേപ്പും വൃക്ഷത്തിന്റെ മഹാത്മ്യം, ബാബയുടെ യോഗശക്തി തുടങ്ങിയവയും അവയിൽ കൊത്തിയുണ്ടാക്കി. സദാ നിംബവൃക്ഷസ്യ മൂലാദിവാസാത് സുധാശ്രവണം തിക്തമാപ്രീയതം തരുകൽപവൃക്ഷാദികം സദയാന്തം നമാമീശ്വരം സദ്ഗുരു സായിനാഥം. അർത്ഥം: വേപ്പുമരത്തിന്റെ ചുവട്ടിൽ സദാ വസിക്കുന്ന സദ്ഗുരു ഭഗവാൻ സായിനാഥനെ ഞാൻ സ്മരിക്കുന്നു. കയ്പുള്ളതും അഭിപ്രായമുളവാക്കുന്നതുമാണെങ്കിലും വേപ്പുമരം സുധ ദ്രവിപ്പിക്കുന്നു. രോഗനിവാരണ ശക്തി കാരണം അതിന്റെ ചാറ് അമൃതമാണ്. കൽപ്പവൃക്ഷത്തോക്കാട്ടിലും ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന മരം. ഉപാസിനിയുടെ അഭിപ്രായം മാനിക്കുകയും അത് പൂർത്തീകരിക്കുകയും
പൂർത്തീകരിക്കുകയും ചെയ്തു. പാദരക്ഷകൾ മുംബൈയിൽ പണിയിച്ച് കൗബണ്ടർ മുഖാന്തിരം ഷിർദിക്കയച്ചു. ശ്രവണമാസം 15-ന് പൗർണമി ദിവസം അവയെ പതിപ്പിക്കണമെന്ന് ബാബ കൽപ്പിച്ചു. അതുപോലെ ആ ദിവസം രാവിലെ 11 മണിക്ക് GK ഡിസ്ക്രിറ്റ് പാദുകങ്ങൾ ശിരസിൽ ചുമന്ന് ജാഥയായി ഖണ്ഡോബ ക്ഷേത്രത്തിൽ നിന്നും ദ്വാരകമായി മസ്ജിദിലേക്ക് കൊണ്ടുവന്നു. ബാബ ആ പാദുകങ്ങളെ സ്പർശിച്ചുകൊണ്ട്, ഇത് ഭഗവാന്റെ പാദകങ്ങളാണ്, ഇവയെ വേപ്പ് മരത്തിന്റെ അടിയിൽ പതിപ്പിക്കുക എന്ന് പറഞ്ഞു. ശ്രീ സായിനാഥന് നമസ്കാരം. ആമീൻ.